ചില ആളുകളൊക്കെ വട്ടൂരികളുടെ സ്വഭാവം പഠിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. മുജാഹിദും അല്ല, ജമാഅത്തും അല്ല, പിന്നെ അതേമാതിരി വട്ടൂരികളിൽപ്പെട്ടവരും അല്ല. അല്ലാത്ത ചില യൂട്യൂബർമാർ തന്താർ, ഒരേ കഷണ്ട് പ്രായം ചെന്നൊരു തന്തപ്പൊടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യൂട്യൂബ് നടത്തുന്നുണ്ട്. അയാളുണ്ട് ഹക്കീം അസ്ഹരിൻ്റെ വീഡിയോ കട്ട് ചെയ്ത് കണ്ട് വിട്ടിട്ട് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോ, കാണി ഭയങ്കര രസമുണ്ട്. ഏതായാലും അയാൾ പല രസകരമായ വീഡിയോ ചെയ്യാറുണ്ട് കേട്ടോ. അയാളെ വീഡിയോ നമ്മൾ കാണലുണ്ട്. അയാൾ ഭയങ്കര രസകരമായ വീഡിയോ ചെയ്യുന്നൊരു കാക്ക തന്നെയാണ്. പക്ഷെ അയാൾ ഈ വീഡിയോ ചെയ്ത് ശരിയായില്ല. ഏതായാലും കാരണം എന്തുകൊണ്ട് വെച്ചാൽ അത് കട്ടുമുറിച്ചു കൊണ്ടുള്ളതായി, അപ്പുറം കട്ടുകൊണ്ടുള്ള പരിപാടിയാണ്. മരിച്ചോനെ എണീപ്പിക്കുന്ന ഒരു സ്ഥാപനം തുറന്നു നമുക്ക് അതിനെ കുറിച്ചൊന്ന് പഠിക്കാം. മരിച്ചോലെ എണീപ്പിക്കുന്ന സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അതിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാന്നാണ്. നോക്കുക, അതിനെ കുറിച്ചൊന്ന് പഠിക്കുന്നത്. ഇന്നിപ്പോ മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജ് ഉണ്ട്. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ചിട്ട് മാറിപ്പോകുന്നു. അത്രയും പ്രയാസപ്പെട്ട രോഗികൾ, ഒരുപാട് ബുദ്ധിമുട്ടിയ രോഗികൾ അവിടെ വന്നിട്ട് ഇതിന് ചികിത്സിച്ചിട്ട് മാറിപ്പോകുന്നുണ്ട്. ഇനി ബാക്കിയും പറയുന്നുണ്ട്. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. എങ്ങനെയുണ്ട്? ഏത് രോഗത്തിനും അവിടെ ചികിത്സ ഉണ്ടായാലോ, ഏത് രോഗം മാറുമല്ലോ. പിന്നെ പറയുന്നത് എന്താ, മരിച്ച മനുഷ്യനെ എണീപ്പിക്കണ വരെ കണ്ടിരുന്നു. എന്നാ പിന്നെ രോഗം മാറ്റാൻ നിൽക്കണോ? മരിച്ചതിന്റെ ശേഷം പിന്നെ അവിടെ പോയി എണീപ്പിച്ചാൽ പോലെ. വല്ലാത്ത എന്താലേ, ഒരു ക്ലിപ്പിണ് മുറിച്ചിട്ടിക്കുക. മരിച്ച ആളെ എണീപ്പിക്കുന്നു എന്ന് പറഞ്ഞ അവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിക്കുക. അതിൻ്റെ ബാക്കി പറയുന്നുണ്ട്, അയ്യം കേൾപ്പിച്ചു തരാം. ഏതായാലും ഇയാൾ പറഞ്ഞത് ഭയങ്കര രസമുണ്ട്. മരിച്ചതിന് ശേഷം പിന്നെ അവിടെ കൊണ്ടുപോയാണ്ട് എണീപ്പിച്ചാൽ പോരെ. അതങ്ങനെ ഒരു കൗമ പൊന്നാര കാക്കങ്ങൾ ഈ വയസ്സൊക്കീനോ ആയിട്ട് നീ അത് കുത്തിത്തിരിപ്പിന് നിൽക്കണോ? ഇങ്ങനെയൊക്കെ യൂട്യൂബിൽ വന്നിട്ട് നിങ്ങൾക്ക് ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടിയാണ്ട് ഇങ്ങനെയൊക്കെ കളിക്കണം. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഷെയറും ലൈക്കും ഒക്കെ കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടേതായ ഒരു ശൈലി നല്ല ഇഷ്ടമുണ്ട് എല്ലാവർക്കും. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടങ്ങളാണ് ആ സംസാരങ്ങളും ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു നല്ല താല്പര്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കാണലുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഈ കട്ട് ചെയ്ത് കണ്ടുള്ള പരിപാടി അത് നിങ്ങൾ ചെയ്യരുത്. കട്ട് ചെയ്ത് കണ്ട് ചെയ്യുമ്പോൾ അതൊരു വെറുപ്പ വരും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇല്ലാത്തതാണ്, ഉള്ളതാണ് ഞങ്ങൾ പറയണം. ഹക്കീം അസ്ഹരി എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഹക്കീം അസ്ഹരി പറഞ്ഞ ആ വീഡിയോ മുഴുവണ്ടല്ലോ. ആ വീഡിയോയിൽ മുഴുവൻ പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമായ സംഗതിയാണത്. ഹക്കീം അസ്ഹരിയാണ് പറഞ്ഞത്. സർവ്വസാധാരണ നമ്മൾ പറയലോ, മരിച്ച മാതിരി തന്നെ കിടക്കുന്നുണ്ട്, ഒരളക്കോ അല്ലാതെ ആട്ടോ അല്ലാതെ അനക്കോ അല്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട്, കയ്യും കാലും ഒക്കെ പോയിക്കണ്, കയ്യും കാലിനൊന്നും ഒരു ജീവമല്ല, ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നൊരു സ്വഭാവം സർവ്വസാധാരണ പറയുന്നൊരു വാക്കാണ്. അത് ഹക്കീം ഉസ്താദ് പറയുന്നൊരു വാക്കുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഹക്കീം ഉസ്താദ് തന്നെയാണ് പറയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജ് ഉണ്ട്. മർക്കസ് നോളജ് സിറ്റിയിൽ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജ് ഉണ്ട്. നമ്മുടെ കേരളത്തിലെ ഈ കൊച്ചു കേരളത്തിൽ നോളജ് സിറ്റിയിൽ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. അതാ ബാക്കി പറയട്ടെ. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. പലയാതി കടത്തം കടന്ന് എണീക്കാൻ വയ്യാതെ കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ കിടക്കുന്ന ആളുകൾ പലരും അവിടെ വന്നിട്ട് ചികിത്സിച്ചിട്ട് മാറിപ്പോകൽ പതിവുണ്ട്. ബാക്കി മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. ഈ മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു എന്നുള്ളത് മാത്രം വെച്ച് അവിടുന്ന് അങ്ങ് കട്ടാക്കി. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു എന്നുള്ളത് വെച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് കട്ടാക്കി. ബാക്കിയുള്ളത് കേട്ടോക്കി. അത് ഹക്കീം അസ്ഹരി തന്നെ പറയട്ടെ. റൂഹ് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. എന്താ പറഞ്ഞത് കേട്ടോ? റൂഹ് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. കയ്യും കാലൊന്നും അനങ്ങണില്ല, അനങ്ങാതെ കിടക്കുകയാണ്. ഒരനക്കമല്ല, ആട്ടോല്ല, അനക്കമല്ലാതെ കിടക്കുകയാണ്. റൂഹുണ്ട്, റൂഹ് പിരിഞ്ഞിട്ടില്ല.
റൂഹ് പിരിഞ്ഞിട്ടില്ല. അതേ സമയത്ത് മരിച്ച മാതിരി തന്നെ മരിച്ചു എന്ന് തന്നെ പറയാം, ആ കോലത്തിൽ കടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ബാക്കി പറയട്ടെ. ഹോസ്പിറ്റലിൽ ഈ അലോപ്പതി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വെന്റിലേറ്ററിൽ ഈ കാക്കാക്ക് അലോപ്പതി എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോന്നാവോ? അലോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ ഹോസ്പിറ്റലിലെ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് സാധാരണത്തെ ഹോസ്പിറ്റലിനെ പറ്റിയാണ് പറയുന്നത്. ആ ഹോസ്പിറ്റലിൽ അലോപ്പതി എന്ന് ഉപയോഗിക്കുന്നത് അങ്ങനത്തോടത്ത് കൊണ്ടുപോയിട്ട വെന്റിലേറ്ററിൽ നേരെ കടത്തുന്ന പറയുന്നത്. ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസം നിൽക്കുള്ളൂ. അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. 1 മാസം. അപ്പൊ മരിച്ചു എന്നുള്ള അവിടെ അങ്ങോട്ട് നിർത്തിയിട്ട് റൂഹ് മാത്രം ബാക്കിയുണ്ട് എന്നുള്ള അവിടുന്ന് അങ്ങ് കട്ട് ചെയ്തിട്ട് ക്ലിപ്പ് പുറത്ത് വിട്ടാൽ കേൾക്കുന്നവരൊക്കെ കരുത് എന്താണ്, മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു എന്ന് കരുതും. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ റൂഹ് മാത്രം ബാക്കിയുണ്ട് എന്നുള്ളിടത്തു നിന്നാണ് കട്ടാക്കി നമ്മളാ തന്തപ്പൊടി. ഒരിക്കലും അത് വാണ്ടിയിരുന്നില്ല കാക്കാങ്ങൾക്ക്. നിങ്ങളെന്തിനാ അങ്ങനത്തെ പണിയൊക്കെ ചെയ്യണേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് റീച്ച് കിട്ടാനും ലൈക്ക് കിട്ടാനും അല്ലാത്തതിന് ഇനി നിങ്ങൾ മാറ്റി പറഞ്ഞാലും നിങ്ങൾക്ക് ആൾക്കാർ ഇഷ്ടം പോലെ കാണാൻ വരും കേട്ടോ. അതങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, അത് ഇങ്ങനെ എത്രയെന്ന് പറഞ്ഞാണ്ട് പറഞ്ഞാലും ആൾക്കാർ വരും. പക്ഷെ സത്യങ്ങൾ പറയണം ജനങ്ങളോട്. ഈ വീഡിയോകൾ എടുത്തിട്ടിട്ട് ഞാൻ അന്നാ പറഞ്ഞത് ശരിയല്ല, അതിൻ്റെ സത്യാവസ്ഥൻ്റെ യഥാർത്ഥ ക്ലിപ്പ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ എത്രയെന്നൊന്ന് പറഞ്ഞാൽ അതും ആൾക്കാർ കാണട്ടെ, യഥാർത്ഥം അറിയട്ടെ. ആദ്യ ഏതായാലും നോണ പറഞ്ഞല്ലോ, അപ്പോൾ യഥാർത്ഥം ജനങ്ങൾ അറിഞ്ഞോട്ടെ, അതല്ലേ നല്ലത്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതല്ല. കാരണം നോളേജ് സിറ്റി എന്നുള്ളത് വലിയൊരു സംരംഭമാണ്, വലിയൊരു സംഗതിയാണ്. മാത്രമല്ല മരിച്ചു കിടക്കുന്ന ആളെ എണീപ്പിച്ചു എന്നൊക്കെ പറയുന്നത് അതൊരു ആലങ്കാരിക പ്രയോഗമായിട്ടാണ് സർവ്വസാധാരണ ഉപയോഗിക്കുന്നത്. ആ വാക്കാണ് അവിടെ അക്കിമസേരി ഉപയോഗിച്ച വാക്ക്. റൂഹ് മാത്രം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് ആ വിഷയം അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അതല്ലാതെ മരിച്ച മനുഷ്യനെ എണീപ്പിച്ചു എന്നവിടെ പറഞ്ഞിട്ടില്ല. റൂഹ് മാത്രം ബാക്കിയുണ്ട് എന്നുള്ളിടത്ത് നിന്ന് നിങ്ങൾ കട്ട് ചെയ്തത് കൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കൽ നിങ്ങളുടെ അതിൽ വരാനുണ്ടായ കാരണം. ആയതുകൊണ്ട് നിങ്ങളൊന്ന് മാറ്റി പറയുന്നത് നല്ലതാണ്. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല.